എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ സാധാരണ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, സൈബർ അറസ്റ്റ് എന്ന നിലയിലേക്കൊക്കെ പോകുന്നു, വെർച്വൽ അറസ്റ്റ് നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയാറുള്ളത്. എങ്കിൽ ഇത് വളരെ കൗതുകകരമാകുകയാണ്. കാരണം മകൾ ലഹരി കേസിൽ അറസ്റ്റിലാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സ്വാഭാവികമായും ഒരു സാമാന്യ യുക്തി അനുസരിച്ച് മകളെ ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ, അതായത് ഇത് പ്രേക്ഷകരിലേക്ക് നൽകേണ്ടത്, നിങ്ങളും ഈ തരത്തിൽ തട്ടിപ്പുകൾക്ക്, അതായത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉറ്റവരോ ഉടയവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് വിവരശേഖരണം നടത്തി തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള വളരെ പെട്ടെന്ന്, അതായത് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ പണം ചോർത്തുക എന്ന തട്ടിപ്പിന് ആരും ഇരയായേക്കാം. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അൻവർ സാദത്തിന്റെ മകളുടെ പേര് കൃത്യമായി ഇവർക്കറിയാം. ഈ ഫോൺ നമ്പർ, ഭാര്യയുടെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി, കൃത്യമായൊരു വിവര ശേഖരണം എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത്, അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ തട്ടിപ്പ് സംഘങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി വിവരങ്ങളും ഫോൺ നമ്പറും നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് ഇതേക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെ ഇവർക്ക് ലഭിച്ചു, ഇത് ഉൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ സാദത്തും ഈ സംഭവം, ഇത് പുറലോകം അറിയണം, ഇതുപോലുള്ള ചതി ഇത് തിരിച്ചറിയണം, ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കണം. അതുകൊണ്ടാണ് ഒരു പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നത്, വാർത്തയാക്കുന്നത് എന്ന് അൻവർ സാദത്ത് തന്നെ പറയുന്നുണ്ട്. ഇതിനു മുൻപ് നമുക്കറിയാം, ഈ യാക്കോബായ സഭയുടെ മെത്രാപ്പൊലിത്ത ഇതുപോലൊരു സൈബർ തട്ടിപ്പിൽ പെട്ടപ്പോൾ അത് വാർത്തയായപ്പോൾ പലരും പരിഹസിച്ചു. സമൂഹ മാധ്യമങ്ങളൊക്കെ ചില കമന്റുകൾ കണ്ടതാണ്. ഇതുപോലുള്ള ഒരു വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ ഇവരുടെ കെണിയിൽ പെടുന്നത്, ഇവർക്കൊന്നും വിവരമില്ലേ, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾ പണമൊക്കെ അയച്ചു കൊടുക്കാനുള്ള ബോധമില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പിലൊക്കെ പെടുന്നത് സ്വാഭാവികമായ ഒരു കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ നിരവധി ആളുകൾ, നിരവധി കമന്റുകൾ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പല ആളുകളും ഇതുപോലുള്ള നാളെ നമ്മളെ പോലും കബളിപ്പിച്ചേക്കാം, സാധാരണക്കാരായ ഏതൊരാളും ഇതിന്റെ കെണിയിൽ വീണേക്കാം. ഇവിടെ ഇതുപോലുള്ള ഒരു ഫോൺ വരുമ്പോൾ, തട്ടിപ്പ് സംഘങ്ങളുടെ ഫോൺ വരുമ്പോൾ ഭയക്കുകയല്ല വേണ്ടത്, കൃത്യമായി പോലീസിന് വിവരം അറിയിക്കുക, ജാഗ്രത പാലിക്കുക, അതോടൊപ്പം പോലീസിന് അന്വേഷണവുമായി സഹകരിക്കുക. ഇതൊരു തട്ടിപ്പാണ്. ഇതുപോലുള്ള തട്ടിപ്പുകൾ, പല രീതിയിലുള്ള തട്ടിപ്പുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ, അതായത് അൻവർ സാദത്തിന്റെ കുടുംബത്തിലും സംഭവിച്ച, വീട്ടുകാരെയും ഈ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ച സംഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അഭിലാഷ്. എന്തായാലും